എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായിട്ട് സ്തോത്രം. ഏറ്റവും കൂടുതൽ ശിഷ്യന്മാർക്ക് ക്ഷീണവും മയക്കവുമൊക്കെ വന്നത് യേശു ഒരു കല്ലേറ് ദൂരത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. സ്തോത്രം. എന്നാൽ ബൈബിളിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് അവിടെ നടന്നത്. നമുക്ക് വിശുദ്ധന്മാർക്ക്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല ആവശ്യങ്ങളുമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയ ഒത്തിരി നന്മകളില്ലേ നമ്മുടെ ചുറ്റിലും? ആ നന്മയുമായി സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ആരും ഹല്ലേലൂയയും സ്തോത്രവും പറയാത്തതിനായിട്ട് നിങ്ങളെ എൻ്റെ വാക്കുകളുടെ മുക്കും മുനയും കുനുപ്പും കുത്തും കോമയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. എന്നാൽ പൗലോസിൻ്റെ പ്രാർത്ഥനകൾ ലേഖനത്തിൽ കാണുമ്പോൾ ഈ ആവശ്യങ്ങളല്ല അവിടെ പ്രാർത്ഥനയിൽ കാണുന്നത്. റോമാലേഖനം 8 പ്രാർത്ഥനയ്ക്കകത്ത് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത അഭയ വാക്കുകളാലുള്ള ഞരക്കങ്ങളാലുള്ള അഭയയാചനയാണ് കാണുന്നത്. എഫേസ്യ ലേഖനത്തിലൊക്കെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് വിളിയാലുള്ള ആശ ഇന്നതെന്നും അങ്ങനെ അങ്ങ് കൊടുത്തിട്ട് അളവറ്റ ശക്തിയുടെ വ്യാപാരത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഈ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ലോറിയില്ല, കാറില്ല, വീടില്ല. സ്തോത്രം. മെറ്റീരിയൽ ഒന്നും കാണുന്നില്ല. സ്തോത്രം. എന്നാൽ നമുക്ക് ആത്മീകമായി സമ്പന്നരാകണ്ടേ? പുറമറ്റം സഭയ്ക്ക് കൃപാവരങ്ങളാൽ അലങ്കൃതയാകണ്ടേ? ദൈവകൃപ ധാരാളം അനുഭവിക്കണ്ടേ? പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തി ധാരാളമായി കർത്തൃകരത്തിൽ നിന്ന് സ്വീകരിക്കണ്ടേ? പരിശുദ്ധാത്മാവിന് എത്ര അധികം നൽകുമെന്ന് പറഞ്ഞ നാഥന്റെ തൃക്കരത്തിൽ നിന്ന് സ്വീകരിക്കണ്ടേ? അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം 1, 2, 3 മിനിറ്റിൻ്റെ ഉള്ളിൽ അങ്ങ് തീർത്തേച്ച് നമ്മൾ ഈ ഒരു നിലയിലേക്ക് അങ്ങോട്ട് കയറണം. സ്തോത്രം. നമ്മളറിയാത്ത നമ്മുടെ തലയിലെ മുടി വിട്ടുപോകുന്നതിന് മുമ്പ്, ഇന്ന് രാവിലെ യോഗത്തിലേക്ക് ധൃതി പിടിച്ച് ചീകിയപ്പോഴോ, അമ്മമാരും ആൻറ്റിമാരും സഹോദരിമാരും ചീകിയപ്പോഴോ, അച്ചായന്മാർ ചീപ്പും കൊണ്ട് ചീകിയപ്പോഴൊക്കെ ഏതെല്ലാം വിട്ടുപോകണം എന്നുള്ളത് തോമാച്ച നിന്റെ മുടിയാണെങ്കിലും നിന്നോട് ചോദിച്ചില്ല അത് വിടാൻ. എന്നാൽ ഇതിനെ നിർമ്മിച്ച ഉടയവൻ്റെ അനുവാദത്തോടെയാണ് അത് വിട്ടത്. അങ്ങനെങ്കിൽ എൻ്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന് നല്ലവണ്ണം അറിയാം. സ്തോത്രം. നമ്മുടെ മക്കൾക്ക് ഒരാവശ്യം, വളർന്ന് പ്രാപ്തിയെത്തിയ മക്കളുടെ കാര്യമല്ല ഞാൻ വളർത്തിക്കൊണ്ടുവരുമ്പോൾ, അവൻ ഇനി അടുത്ത ഏത് ക്ലാസ്സിലാണ് പഠിക്കേണ്ടതെന്ന് അപ്പനും അമ്മയ്ക്കും അറിയത്തില്ലേ? സ്കൂള് തുറക്കാൻ നേരത്ത് അവന് പുസ്തകം വേണമെന്ന് അറിയത്തില്ലേ? ഇവൻ ഇതിനെക്കുറിച്ച് ചിന്തയില്ലാതെ പന്ത് കളിച്ച് നടക്കുമ്പോഴും സ്കൂൾ തുറക്കുന്ന കാര്യം ആർക്കറിയാം? അങ്ങനെ പരിധിയുള്ള ബുദ്ധിയുള്ള നാം നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച്, നമ്മുടെ മക്കളുടെ വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് നമ്മെക്കുറിച്ച് എത്ര അധികം അറിയുന്നുണ്ട്. അപ്പോൾ തന്നെ സ്തോത്രം. എൻ്റെ മകനൊരാവശ്യം കഴിഞ്ഞ മുമ്പിൽ ഒരു സമയത്ത് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ മിണ്ടാതിരുന്നു. എനിക്കറിയാം എത്ര മണിയാകുമ്പോൾ അവൻ്റെ കോള് വരുമെന്ന്. ഇത്ര മണിയാകുമ്പോൾ ഞാൻ വൈഫിനോടും പറഞ്ഞത് വൈകാതെ ഒരു വിളി
വരുമെന്നുള്ളത് ഞാനിങ്ങനെ കണക്ക് കൂട്ടിയിരുന്നു. കൃത്യസമയമായപ്പോൾ എന്ത് ചെയ്തു? വിളി വന്നു. ആ വിളി വന്നപ്പോഴാണ് അവൻ ചോദിച്ച പൈസ ഞാൻ ഇട്ടുകൊടുത്തത്. ഇതുപോലെ നമ്മുടെ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക. ആ പദം മുഴുവൻ ഒന്ന് പറയാമോ? അയ്യോ, അറിയിക്കുക. ഒന്ന് നിർത്തി പറഞ്ഞ അറിയിക്കുക. അത്രേ, അതിനപ്പുറത്ത് വേണ്ടാത്തതാണ്. അതിനപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായി? സ്തോത്രം. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്കുള്ള വാശിയുടെ പേരെന്താ? അതിനപ്പുറത്തേക്ക് അറിയിക്കത്രേ. ഞാൻ വല്ലതും കൂട്ടി പറഞ്ഞോ? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. ഒരു കാര്യം പറയാം, ആത്മീക വളർച്ചയ്ക്ക് ഈ ഒരു സിസ്റ്റം ഒന്നും കൊണ്ടുവരാം. നമ്മുടെ ഇല്ലായ്മയുടെ ലിസ്റ്റ് മുഴുവനും നമ്മുടെ വിഷമമെല്ലാം കർത്താവിനോട് തുറന്നു പറയാം. എപ്പോഴും നമ്മുടെ പിള്ളേർ നമ്മളെ കാണുമ്പോൾ അപ്പാ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മളെ കാണുമ്പോഴേ നമ്മുടെ ചെറുക്കൻ കരയുക. കരയും ഏത് നേരവും, ആവലാതിയും വേവലാതിയും. സ്തോത്രം. മാർത്ത എങ്ങനായിരുന്നു? പലതിനെ ചൊല്ലി ഒത്തിരി കാര്യങ്ങൾ മുമ്പിലുണ്ട്. എന്നാൽ അത് സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിച്ചിട്ട്, അപേക്ഷ സമർപ്പിച്ചിട്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാത്തിരുന്നാൽ മതി. സ്തോത്രം. സമയമാകുമ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യങ്ങൾ വളരെ ഷോർട്ടായി ദൈവത്തോട് നമുക്ക് എല്ലാ കാര്യങ്ങളും, ആവശ്യങ്ങളെല്ലാം, കർത്താവേ എനിക്ക് ഇന്ന സ്ഥലം വരെ യാത്ര ചെയ്യണം, എൻ്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പൈസയില്ല, ദൈവം എനിക്കത് തരണം. കർത്താവേ, അങ്ങ് എനിക്ക് ഇന്ന പോലെ ഇന്ന വിഷയങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ ഫീസ് കെട്ടാനുണ്ട്, എൻ്റെ വീടിൻ്റെ കാര്യങ്ങളുണ്ട്, എൻ്റെ തലമുറയുടെ കാര്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുന്നത് പുതിയ നിയമത്തിൽ തെറ്റല്ല. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് നിങ്ങളോ പ്രിയമുള്ളവരെ, യൂദ 20 വാക്യം, നിങ്ങളുടെ അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. ഹല്ലേലൂയ. 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞതിന് സ്തോത്രത്തോടെ അറിയിച്ചതിന് ശേഷം പിന്നീടുള്ള പ്രാർത്ഥനയുടെ നില പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവിൽ ജാഗരിച്ചുള്ള പ്രാർത്ഥന, ചില മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, സ്തോത്രം, ആത്മനിയന്ത്രണത്തിലുള്ള പ്രാർത്ഥന, ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്തുള്ളൊരു പ്രാർത്ഥന, പൗലോസ് പ്രാർത്ഥിച്ച പോലെയുള്ള പ്രാർത്ഥന, സ്ലീഹന്മാർ മാതൃക കാണിച്ച പോലെയുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയുടെ നിലയിലേക്ക് ഒരു പ്രാർത്ഥനാ മനുഷ്യനായി എന്നെ മാറ്റണമേ എന്ന് എത്ര പേര് ഇന്ന് പകലിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അകത്തിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനെയുള്ള ഒരു പ്രയറിന്റെ പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ, പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഹൃദയങ്ങളിൽ, മീറ്റിങ്ങുകളിൽ, ഈ വരുന്ന ദിവസത്തെ പ്രാർത്ഥനകളിൽ, യോഗങ്ങൾക്കകത്തൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം, സ്തോത്രം സ്തോത്രം സ്തോത്രം. The atmosphere of prayer, atmosphere of prayer, atmosphere of prayer. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയുടെ അന്തരീക്ഷം. വൈഡാബാല ശബ്ദരാജന ധികൽക്കമന ധുരജാനഘടകമന അർദ്ധുനീജാനക ശേമേനിയാന്തന അബ്ദൽ ഘടകമന. അങ്ങനത്തെ ഒരു പ്രാർത്ഥനാ മനുഷ്യയായി മാറാൻ ഇന്ന് പകലിൽ ഏൽപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ആ പ്രാർത്ഥനാശീല മടുക്കത്തില്ല. കാര്യം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവാണ് നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ നാം മടുത്തു പോകത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെയുള്ള ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞുള്ള തണ്ടുവലിക്കലിൽ നാം കുഴഞ്ഞു പോകും. എന്നാൽ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ക്ലോക്കിലെ സൂചി മുൻപോട്ട് പോകുന്ന അറിയത്തില്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് നീ കയറിയത് പ്രഭാതത്തിലാണെങ്കിൽ രാത്രിയായത് നീ അറിയത്തില്ല. അതുപോലെയുള്ളൊരു പ്രാർത്ഥനയുടെ പ്രത്യേക അന്തരീക്ഷം. ഞാനൊരു നിയോഗമുള്ളതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. സ്തോത്രം. ദീർഘമായ സമയങ്ങളൊക്കെ 21-40 ഉപവസിക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥനായോഗം നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പ്രത്യേകിച്ച് എവിടെയും പോകാനില്ല. ആ പായയിൽ തന്നെ ഇരുന്ന് അവിടെ തന്നെ കുറച്ചു നേരം മയങ്ങിപ്പോയിട്ടുണ്ട്. ആ പായയിൽ തന്നെ ഇരുന്ന് പിന്നെയും അറിയാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന അടുത്ത സെഷനിൽ ആളുകൾ വരുന്നത് വരെ അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ട്. സ്തോത്രം. അവിടെ ഇരുന്ന് ഉള്ള സ്തോത്രം പറച്ചിൽ വരുന്നവർ ജോയിൻ ചെയ്തു. യോഗം പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് തുടങ്ങാൻ പറ്റാതെ ആ അന്തരീക്ഷം. സ്തോത്രം. ഇത് ഞാൻ വെറും കഥയല്ല പറയുന്നത്. സ്തോത്രം. ആ അന്തരീക്ഷം അനുഭവിച്ച കാര്യമാണ്. ആ അന്തരീക്ഷം യോഗം തീരേണ്ട സമയമായിട്ടും ഒന്ന് പ്രാർത്ഥിച്ച് നിർത്താൻ പോലും പറ്റാതെ ആയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയുടെ പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം എൻ്റെ ഉള്ളിൽ തരണമേ എന്ന് ഇന്ന് പകലിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അന്തരീക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുകയായിരിക്കും, ചിലപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കുകയായിരിക്കും, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുകയായിരിക്കും. ആ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ആ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. സ്തോത്രം. അന്തരീക്ഷം എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവർ അനുഭവിച്ചവർ ഇവിടെ ഉണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന നിൽക്കും കുറച്ച് കഴിയുമ്പോൾ. കാര്യം അതിൻ്റെ ആശയം തീരും, അതിനകത്തെ വാക്കുകൾ തീരും. എന്നാൽ ആത്മാവിലുള്ള പ്രാർത്ഥനയില്ലേ, അതിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. അങ്ങനെയുള്ള ചില പ്രാർത്ഥനാ മനുഷ്യർ പുറമറ്റം സഭയ്ക്കകത്ത് ഈ നാളുകളിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ചിലരുടെ കെട്ടുകിടക്കുന്ന മണ്ണ് മൂടിക്കിടക്കുന്നതിന് സമാനമായി കിടക്കുന്ന കട്ടകൾക്കിടയിൽ കിടക്കുന്ന ഈ നിലയിലുള്ള ചില വാഗ്ദത്തങ്ങൾ കട്ടകൾക്ക് വെളിയിലേക്ക് അവൻ സ്വത്രം മൂടി നിൽക്കുന്ന കട്ടകളെ അവൻ തള്ളി മാറ്റിയുള്ള ചില മുളകൾ തലയെടുക്കാൻ പോകുകയാണ്. ആ അന്തരീക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ കോളേജ് വിട്ട് വരുന്ന മോന്, കോളേജ് വിട്ട് വരുന്ന മോള് അവളെ നമ്മൾ പറയാതെ തന്നെ പ്രാർത്ഥിക്കുന്നത് കാണും. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ നാം അവൻ നോക്കുമ്പോൾ അവർ പ്രയർ റൂമിൽ കാണും, പ്രയർ റൂമിൽ കാണും. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവർ ആ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന കാണും, ആരും നിർബന്ധിക്കാതെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം മനസ്സിലാക്കാൻ പറ്റും. സ്വത്രം. വഴക്കും വയ്യാവേലി അമ്മായിമ്മ പോരും പാത്രമെടുത്ത് ഏറുമൊക്കെ നടന്നതിൻ്റെ തൊട്ടു പുറകെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോണ്ടല്ലോ ചാശി ചാപ്പിയ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ വന്ന് പെട്ടുപോയാലൊന്നു. എന്നാൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നിടത്തോട്ട് അവൻ കയറി ചെല്ലുമ്പോൾ തന്നെ, സംസാരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ ഉണ്ടാകും. അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കൊരു ഒഴുക്കുണ്ടാകും.
നമ്മൾ പറയാറില്ലേ, പ്രാർത്ഥിക്കാൻ വാക്കുകൾക്ക് എത്ര നന്നായി പ്രാർത്ഥിക്കുന്നയാളാണെങ്കിലും ഒരു അന്തരീക്ഷമില്ലെങ്കിൽ ആ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കറിയാമത്. സ്തോത്രം. ആ ഒരു അന്തരീക്ഷമുണ്ടാകും. ഈ അന്തരീക്ഷം നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. എത്ര പേര് കാംക്ഷിക്കുന്നുണ്ട്? ഞാൻ മറ്റൊരു വിഷയം പ്രസംഗിക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നതാണ്, അതൊക്കെ അങ്ങ് മാറ്റിവെച്ച്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒരു പ്രാർത്ഥനാ മനുഷ്യരായി മാറുക. നമുക്കങ്ങനെ ഒന്ന് ഒരുങ്ങാം. സ്തോത്രം, 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 സ്തോത്രം. ആ അന്തരീക്ഷം നമ്മുടെ ബെഡ്റൂമിലുണ്ടാകട്ടെ, ആ അന്തരീക്ഷം നമ്മുടെ പ്രയർ റൂമിലുണ്ടാകട്ടെ, ആ അന്തരീക്ഷം നമ്മുടെ ലിവിങ് റൂമിലുണ്ടാകട്ടെ, നമ്മുടെ ഡൈനിങ് ഹാളിലുണ്ടാകട്ടെ, ആ അന്തരീക്ഷം നമ്മളുടെ കോമ്പൗണ്ടിൽ മുഴുവനും ഉണ്ടാകട്ടെ. ആ സ്തോത്രം. ആ അന്തരീക്ഷം നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിനകത്തുണ്ടാകട്ടെ. നമ്മൾ കയറുമ്പോൾ സ്തോത്രം, ആ അന്തരീക്ഷം സ്തോത്രം നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഉണ്ടാകട്ടെ. ആ അന്തരീക്ഷം നമ്മൾ ആരാധനയ്ക്കിരിക്കുന്ന സഭാ ഹാളിനകത്തും ആമേൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിനെ എത്ര പേർ കാംക്ഷിക്കുന്നുണ്ട്? അന്തരീക്ഷം കാംക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം അപ്പോസ്തല പ്രവൃത്തിയിലെ ചർച്ചിനകത്ത് കാണാൻ പറ്റും. ആ അന്തരീക്ഷം സ്തോത്രം, ദ അറ്റ്മോസ്ഫിയർ ഓഫ് പ്രയർ. ഹല്ലേലൂയ. അന്തരീക്ഷം കാംക്ഷിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്താൻ പോവുകയാണ്. അഭിഷേകത്തിലൂടെ ഉള്ള ശുശ്രൂഷകൾ നമുക്ക് അനുഭവിക്കാം. പിതാവേ, പുത്രൻ മഹിമപ്പെടേണ്ടത് ഞങ്ങൾ അടുത്തു വരുന്നു. അതുപോലെയുള്ള കർത്താവേ, ഞങ്ങൾ ഇത്ര സമയം ചിന്തിച്ച പോലെയുള്ള ഒരു അന്തരീക്ഷം, ആത്മനിയന്ത്രണത്തിലുള്ള പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകാൻ, ഞങ്ങളുടെ ഭവനത്തിലുണ്ടാകാൻ, ഞങ്ങളുടെ ഭവനത്തിൽ മുഴുവനും ഉണ്ടാകാൻ, ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരിലും ഉണ്ടാകാൻ, ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ റൂമുകൾക്കകത്തും ഉണ്ടാകാൻ, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ മുഴുവനും ഉണ്ടാകാൻ, കർത്താവേ ഞങ്ങൾ ആരാധനയ്ക്ക് കൂടുന്ന സഭാ ഹാളിൽ ഉണ്ടാകാൻ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ഉണ്ടാകാൻ, ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അതിന് തടസ്സമായി നിൽക്കുന്ന കുറവുകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപത്തിൻ്റെ കറകളെക്കുറിച്ചും ദൈവാത്മാവ് ബോധം വരുത്തണമേ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിപ്പാൻ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്ക് ചുറ്റും, ആമൻ സഭയ്ക്ക് ചുറ്റിലും യേശുവിൻ്റെ രക്തത്തിൻ്റെ ആമൻ പ്രത്യേകമായ ഒരു കവചം, ഒരു വലയം ഉണ്ടാകാൻ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആ കൃപ എല്ലാവരുടെ മേലും കർത്താവ് പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ സന്ദേശം ഇവിടെ കേട്ടതിന് ശേഷം, ഈ പ്രാർത്ഥനയ്ക്ക് കേട്ടതിന് ശേഷം വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു അന്തരീക്ഷത്തിനകത്തേക്ക് ഞാൻ കയറിയത് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്ന് അങ്ങയുടെ മക്കൾ സാക്ഷീകരിക്കത്തക്ക രീതിയിൽ ചില പ്രാർത്ഥനാ മനുഷ്യരെ പ്രാർത്ഥനയുടെ പ്രത്യേകമായൊരു നിലയിലേക്ക് ദൈവാത്മാവ് എത്തിച്ചിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ കൃപ എല്ലാവരുടെ മേലും പകരണമേ. സഭയിലെ എല്ലാവരും ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നതിലുപരിയായി പൗലോസ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി മാറാൻ കൃപ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.